വളരെയധികം കഷ്ടവും നഷ്ടവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ വാസ്തുശാസ്ത്രം ഒരു ഉഗ്രൻ പരിഹാരം ഇതിന് പറയുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു അത്ഭുത സസ്യം, അതായത് അശോകം. അശോകം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ശോകത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. ഈ അശോകം നിങ്ങളുടെ ഗൃഹത്തിന്റെ വാസ്തു നിർദ്ദേശിക്കുന്ന സുപ്രധാന ഭാഗത്ത് നട്ടുപരിപാലിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖവും അകന്നു പോകുന്നതാണ്. രാമായണത്തിൽ സർവവും നഷ്ടപ്പെട്ട് ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിരിക്കുന്ന സീതാദേവി അഭയം പ്രാപിച്ചത് ഈ അശോകമരത്തിന്റെ ചുവട്ടിലാണ്. അവിടെ ഇരുന്നാണ് ഭഗവതി നഷ്ടപ്പെട്ടു പോയ സർവ്വ അഭീഷ്ടങ്ങളും ഭഗവതി നേടിയെടുത്തത്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. എന്നാൽ ചിലർ പറയാറുണ്ട് അശോകം നടാൻ പാടില്ല, അശോകം നട്ടു കഴിഞ്ഞാൽ ശോകമുണ്ടാകും എന്നൊക്കെ. വാസ്തവത്തിൽ അറിവില്ലായ്മ കൊണ്ടാണ്. മാത്രമല്ല അതിന് പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട്. വാസ്തു നിർദ്ദേശിക്കുന്ന വളരെ ലഘുവായ കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് നേടാവുന്ന ഈ അനുഗ്രഹം ആർക്കും ലഭിക്കരുത് എന്നുള്ള മറ്റുള്ളവരുടെ സ്വാർത്ഥതയും ഈ ഭയപ്പെടുത്തലിന് പിന്നിലുണ്ട്. മഹാലക്ഷ്മി വിളയാടുന്ന അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കടന്നു വരുന്ന, ചൈതന്യം കടന്നു വരുന്ന വടക്ക് ദിക്ക് അശോകം നട്ടുപിടിപ്പിക്കുന്നതിന് ഉചിതമായ ദിക്കാണ്. ഇത് കൂടാതെ ഇനിയും ദിക്കുകളിൽ നമുക്കിത് നട്ടുപരിപാലിക്കാം. പൂർണ്ണമായ അറിവുകൾ ഉൾച്ചേർത്തുകൊണ്ട് ആയിരവല്ലി മീഡിയയിൽ ഒരു വലിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരിപൂർണമായ അറിവുകൾ അതിൽ അടങ്ങുന്നുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനൽ കാണുക.